മണലായി ഒരു അപൂർണ പ്രണയകഥ. പ്രസന്റേഷൻ എഡിറ്റിംഗ് ബൈ ജാസ്മി അലിമോൻ. ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ കയറി ഇറങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ സലീമിന്റെ ജീവിതം ആക്സിഡന്റ് നടന്ന ആ ദിവസം മുതൽ അവിടെ തന്നെ നിശ്ചലമായി. ബാപ്പയില്ലാത്ത ഉമ്മ കിടപ്പിലായ ആ ഒരു കൊച്ചു വീട്ടിലെ അടുപ്പ് പുകയാൻ 25 വയസ്സ് മാത്രം പ്രായമുള്ള സലീം മറ്റുള്ളവർക്ക് മുന്നിൽ കൈ നീട്ടേണ്ടി വന്നു. കുടുംബമൊത്തുള്ള യാത്രയിൽ ബാപ്പ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സലീമിന്റെ ഒരു കൈയും ഒരു കാലും നഷ്ടപ്പെട്ടു. ഉമ്മ കിടപ്പിലാവുകയും ചെയ്തു. അതോടെ കുടുംബത്തിന്റെ ഏക ആശ്രയം സലീമായി മാറി. സഹതാപത്തോടെയും വെറുപ്പോടെയും ചിലപ്പോൾ ആളുകൾ അവനെ കടന്നുപോയി. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം അവനെ എന്നും നോക്കി പുഞ്ചിരിക്കും. അവളെ കാണുന്ന ആ നിമിഷം തൻ്റെ വൈകല്യവും ദാരിദ്ര്യവും സലീം സ്വയം മറന്നുപോകും. മുഹമ്മദ് ഹാജിയുടെ ഏക മകളാണ് ആയിഷ. 2 ആങ്ങളമാരും അടങ്ങിയ ഒരു കുടുംബമാണ് ആയിഷയ്ക്കുള്ളത്. അവൾ ദിവസവും സലീമിന് 50 രൂപയായി സംഭാവന നൽകും. ആയിഷയ്ക്ക് കോളേജിൽ പോകാൻ കിട്ടുന്ന ചിലവിൻ്റെ പകുതി പൈസയാണ് സലീമിന് ആയിഷ എന്നും സംഭാവന നൽകിക്കൊണ്ടിരുന്നത്. ആയിഷ സലീമിന് പൈസ കൊടുത്ത് തിരിഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ നടന്നു നീങ്ങുമ്പോൾ സലീമിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു താളം തെറ്റിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉമ്മ അസ്സലാമു അലൈക്കും. സലീം സലാം പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. ഇന്നെങ്കിലും അവൾ എന്നോടൊന്ന് സംസാരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് സലീം മനസ്സിൽ കരുതി ഇറങ്ങി. കൂട്ടുകാരൻ ജാഫറാണ് എന്നും സലീമിനെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കുന്നത്. ഓരോന്ന് ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്ന സലീമിനെ നോക്കി ജാഫർ ചോദിച്ചു, എന്താടാ മോനെ എന്നൊരു മൗനവ്രതമൊക്കെ? ഹേയ് ഒന്നുമില്ലടാ, വെറുതെ ഒന്ന് ചിന്തിച്ചിരിക്കായിരുന്നു. സലീം പിന്നെ മറുപടി നൽകി. എടാ ജാഫറെ, ഈ പിരിവിന് പോവൽ നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടുന്ന ബിസിനസ് അങ്ങനെ ചെറുതായി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അല്ലേ? എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടുമ്പോൾ എന്തോ ഒരു മടി. അതിനെന്താണ് സലീമേ, നമുക്ക് ചെയ്യാലോ. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുമ്പോൾ ഒന്ന് വലുതാക്കി പിടിക്കുക തന്നെ ചെയ്യാം. അതല്ല സലീമേ, നിന്റെ അടുത്ത് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടോ? അതനുസരിച്ച് ഞാനും സഹായിക്കാട്ടോ, ജാഫർ മറുപടി നൽകി. കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറ്റിയ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. സഹായമൊന്നും വേണ്ടടാ. ഇപ്പം തന്നെ നിനക്ക് ഞാൻ എത്ര രൂപ തരാനാണ്? രാവിലെ കൊണ്ടുവിടുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം കൂടെ ഒന്ന് തിരിച്ചും എനിക്ക് എങ്ങനെ തരുമെന്നറിയില്ല. അങ്ങനെ അവരുടെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി ജാഫർ സലീമിനെ സേഫായ ഒരു സ്ഥലത്തിരുത്തി അവൻ ഓട്ടത്തിനായി പോയി. അങ്ങനെ സമയം 8:30 കഴിഞ്ഞു. അവൾ വരാറായി. സലീമിൻ്റെ മനസ്സ് പതറി തുടങ്ങി. മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആ സമയം കടന്നു വരും. സലീമിൻ്റെ കണ്ണുകൾ അവളെ തിരയാൻ തുടങ്ങി. ദൂരെ നിന്ന് ഒരു ഓഫ് വൈറ്റ് ചുരിദാർ അണിഞ്ഞ് കൂട്ടുകാരികളോട് കഥ പറഞ്ഞ് അവൾ വരുന്നത് അവൻ്റെ കണ്ണിൽ പെട്ടു. അവൾ വേഗത്തിൽ നടന്നു വരുമ്പോൾ തട്ടം പാറി പറക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ അവളുടെ വലിയ കമ്മലുകൾ കാതിൽ ആടുന്നതാണ് സലീമിൻ്റെ കണ്ണിൽപ്പെട്ടത്. കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ മുടികളെല്ലാം മുഖത്തേക്ക് വരുന്നതും അവൾ ഇടയിലൂടെ മാറ്റുന്നതും അതിലൂടെ കാണുമ്പോൾ സലീമിൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണോ അതോ പ്രണയമാണോ എന്നറിയില്ല. എങ്കിൽ അവളോട് എന്തോ ഒരു അടുപ്പം സലീമിൻ്റെ മനസ്സിൽ കടന്നു വന്നിരുന്നു. പഠിച്ചോനെ, അവൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്താ എൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിപ്പ് കൂടി വരുന്നത്? എനിക്കെന്താ അവളെ പേടിയാണോ? സലീം മനസ്സിൽ വെറുതെ പിറുപിറുത്തുകൊണ്ടിരുന്നു. ആയിഷ സലീമിൻ്റെ അടുത്തേക്ക് എത്തി. പതിവ് പോലെ ഒരു 50 രൂപ സലീമിന് നൽകി ബസ്സിൻ്റെ അടുത്തേക്ക് അവൾ നടന്നു നീങ്ങി. കുറച്ചകലെ നിന്ന് ഒരു ചെറു പുഞ്ചിരിയും നൽകി ബസ്സിൽ കയറി അവൾ യാത്രയായി കോളേജിലേക്ക്. ഇന്നും സലീം നിരാശനായി. എന്നാലും കുറച്ചു ദൂരെ നിന്ന് അവൾ എന്തിനാണാവോ എന്നെ നോക്കി ചിരിക്കുന്നത്? ഇനി എന്നെ കളിയാക്കുന്നതാവോ? അങ്ങനെ പല ആളുകളും ബസ് സ്റ്റോപ്പിൽ കയറി ഇറങ്ങി 10ഉം 20ഉമായി അവൻ്റെ കൈകളിലേക്ക് നീട്ടി. ഇപ്പോൾ സലീം തൻ്റെ വൈകല്യങ്ങളെ ഓർക്കാറ് പോലുമില്ല. ആയിഷയുടെ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണം. എന്തിനാണ് അവൾ എന്നെ ചിരിക്കുന്നത് എന്ന് ഒന്ന് ചോദിച്ചു നോക്കണം. ഇതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതും പോകുന്നതുമൊക്കെ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ജാഫർ കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് സലീം കുറച്ചു നേരം വിശ്രമിക്കുന്നതും ആ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. ആയിഷയുടെ വൈകുന്നേരം കോളേജ് കഴിഞ്ഞുള്ള വരവ് കാത്തിരിക്കുകയാണ് സലീം. ഇപ്പോൾ സലീമിന് ഓരോരോ ആഗ്രഹങ്ങൾ ആലോചിച്ചിരിക്കലാണ് പണി. ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. വൈകല്യങ്ങളെ എല്ലാം മറന്ന് നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തണം. പിന്നെയുള്ളത് നല്ലൊരു വലിയ ആഗ്രഹമാണ് കേട്ടോ. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ഈ ഭാഗത്ത് നല്ലൊരു കാല് വെക്കണം. എന്നിട്ട് ആരുടെയും സഹായമില്ലാതെ ഒന്ന് നടക്കണം. ആയിഷയുടെ കടന്നുവരവും അവളുടെ ആ പുഞ്ചിരിയുമാണ് സലീമിൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാനും ജീവിക്കണം എന്ന് തോന്നിപ്പിക്കാനും മനസ്സിനെ പ്രാപ്തമാക്കിയത്. അവളുടെ ആ ചിരി എന്നോടുള്ള സഹതാപമാണോ അതോ വേറെ എന്തെങ്കിലുമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെ ആശ്വാസം നൽകുന്നുണ്ട് ആ ഒരു പുഞ്ചിരി. ഉച്ചമയക്കത്തിൽ സലീം ഓരോരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ടേയിരുന്നു. നേരം പോകുന്നതൊന്നും അവൻ അറിയുന്നില്ല.
എടുത്തുള്ള ചായക്കടക്കാരൻ കാതിർക്ക ഇടയ്ക്ക് ഓരോ ചായ കൊടുക്കും. 5 മണിയാവുമ്പോഴാണ് അവളുടെ ബസ് വരാറ്. സ്ഥിരം ബസ്സായ റെന്നി രാജിലാണ് അവൾ ഡെയിലി വരാറ്. സലീമിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അവളുടെ 5 മണി ബസ് വന്നു ട്ടോ. ബസ്സിറങ്ങിയ കൂട്ടുകാരികളോട് സംസാരിച്ചു വരുന്ന ആയിഷയും കൂട്ടുകാരികളും എതിരെ വരുന്ന ലോറി ചീറിപ്പാഞ്ഞു വരുന്നത് അവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സലീമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും സലീമിന് ഓടിച്ചെന്ന് രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ സലീം എന്താ ചെയ്യേണ്ടെന്നറിയാതെ അന്തം വിട്ടു നിന്നു. സലീമിൻ്റെ വെപ്രാളത്തിനിടയിൽ ഉറക്കെ അറിയാതെ സലീമിൻ്റെ വായിൽ നിന്നും ആ ഒരു പേര് ഉയർന്നു വന്നു. ആയിഷ. ആയിഷ ആ വരുന്ന ലോറിയെ കാണുമോ, മാറി നിൽക്കുമോ, സലീമിനോട് വീണ്ടും സംസാരിക്കുമോ? ഇതെല്ലാം അറിയാം നെക്സ്റ്റ് എപ്പിസോഡ് തീർച്ചയായും കാണണം കേട്ടോ. തുടരും.